ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 42-ാമത്തെ വാക്യം. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. കർത്താവ് വളരെ വ്യസനപ്പെടുന്ന ഒരു സന്ദർഭം. മനസ്സിൻ്റെ പ്രയാസത്തിൽ കർത്താവ് ജെറുസലേം നഗരത്തെ നോക്കി പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. വളരെയധികം ദൈവത്തിന് പ്രാധാന്യമുള്ള, ദൈവം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നഗരമാണ് ജെറുസലേം നഗരം. കാരണം ആ നഗരത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മൽക്കി സദേക്ക് എന്ന ശാലേം രാജാവിൻ്റെ നഗരമായിരുന്നു ഒരു കാലത്ത് ജെറുസലേം നഗരം. അബ്രഹാം ഇസ്ഹാക്കിന് യാഗം കഴിപ്പിക്കാൻ കൊണ്ടുപോയ മോറിയ മല നിലനിൽക്കുന്ന പട്ടണം. ദാവീദ് രാജാവ് തനിക്ക് വേണ്ട കൊട്ടാരം പണിത സ്ഥലം. പിന്നീട് ദാവീദ് രാജാവിൻ്റെ മകൻ ശലോമോൻ യഹൂദന്മാർക്കെല്ലാവർക്കുമായി യഹോവയാം ദൈവത്തിന് പണിത ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ദൈവപുത്രൻ്റെ പാദപതനമേറ്റ പുണ്യ ഭൂമി. ഒലിവുമലയും കിദ്രോൻ താഴ്വരയും ഗത്സമനയും എന്തിനേറെ ഗോൽഗോഥയും ഒക്കെയുള്ള വിശുദ്ധ നാട്. ആ നാടിനെ കുറിച്ചാണ് കർത്താവ് വിലപിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഒരുപക്ഷെ നമ്മളെക്കുറിച്ചും കർത്താവ് ഇങ്ങനെ വിലപിക്കുന്നുണ്ടാകാം. ഓരോ വ്യക്തികളെക്കുറിച്ചും കർത്താവ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു വാക്യം, നീ നിന്റെ സമാധാനത്തിനുള്ളത് അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു പക്ഷേ എന്നോട് കർത്താവ് പറയുന്നുണ്ടാകാം. വീണ്ടും കർത്താവ് പറയുകയാണ്, അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ദൈവമേ, നിന്റെ നല്ല സുവിശേഷം, ആ സുവിശേഷത്തിൽ ജീവിക്കുവാനും നിന്റെ സമാധാനം, നീ തരുന്ന ഹൃദയ ശാന്തി അനുഭവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും നീ യോഗ്യരാക്കണമേ. മനസ്സിൻ്റെ താളം തെറ്റാതെ, ഹൃദയ ശാന്തി നഷ്ടപ്പെട്ട് അതികഠിനമായ വിഷാദത്തിലേക്ക് കടന്നു ചെല്ലാതെ, ഡിപ്രഷൻ്റെ അങ്ങേയറ്റത്തേക്ക് ഞങ്ങളെ കൊണ്ടു ചെല്ലാതെ, ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ നിൻ്റെ നല്ല സമാധാനം അനുഭവിക്കുന്നവരാക്കി മാറ്റുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. നമ്മുടെ കുടുംബത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, സഹോദരന്മാരോടും സഹോദരിമാരോടും ഉള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, അങ്ങനെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ, നമ്മുടെ സ്നേഹിതന്മാരുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിലെല്ലാം നല്ല ക്രിസ്തുവിൻ്റെ സമാധാനം കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന, ക്രിസ്തുവിനെ മനസ്സിലാക്കി ക്രിസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.